ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നൊക്കെ എൻ്റെ എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ സുബഹിസ്കാരം ഒന്ന് കഴിഞ്ഞിട്ട് ഇന്ന് കിടക്കാനൊന്നും നിന്നില്ല കേട്ടോ. നേരെ വന്നൊരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഉറക്കമൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല രാവിലെ എണീച്ചപ്പാട്. ഇനിയിപ്പോൾ ചായയൊക്കെ ഞാൻ സെറ്റാക്കിങ്ങാണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒന്ന് ഉഷാറാവണമെങ്കിൽ ചായ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാലും ഫോണൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഉറക്കം വരുമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ചായയും കൊണ്ട് നേരെ സോഫയിലോട്ട് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കുത്തിരുന്നെങ്ങാണ്ട് ആ ചായയൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത്ര നേരം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും. കാരണം മക്കളൊന്നും എണീച്ചിട്ടില്ല, പുറത്തും ആരുടെയും വിളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 5:30 നീച്ച് നിസ്കാരം കഴിഞ്ഞേക്ക് തന്നെ ഞാൻ ഇതിന് നിന്നിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചായ ഉണ്ടാക്കി കുടിച്ച് പിന്നെ എന്ത് ചെയ്തു, വോയിസ് ഓവറൊക്കെ കൊടുക്കലേ. ഇനിയിപ്പോൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ വന്ന പാടെ തന്നെ അരി കഴുകിങ്ങാണ്ട് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാദ്യം അവിടെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾക്ക് നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സിന് കണ്ടാൽ അറിയാമല്ലോ. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ. സ്ഥിരം വ്യൂവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു കുക്കിംഗ് വീട്ടിലത്തെ മാത്രം കാര്യങ്ങൾ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഡെയിലി വീഡിയോസ് ഇടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആണ് ഇനി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് അത്ര ബോറടി ഉണ്ടാവില്ലല്ലോ. കാരണം ഒരു ദിവസം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞാലും പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് എന്താ പറയുക, വീഡിയോ ഉണ്ടാവില്ല. പിന്നെ പിറ്റത്തെ ദിവസമേ വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങൾക്കും അത്ര ബോറടിക്കൂല. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അല്ലേ ഒന്നുള്ളത് അറിയൂല. താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെ മതിയോ ഇല്ലയോ എന്നുള്ളത്. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ തലേദിവസം പയർ ഞാൻ പൊട്ടിച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ലപോലെ കഴുകിങ്ങാണ്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പയറുപ്പേരിയും അതുപോലെ തന്നെ ചിരങ്ങ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയൊക്കെയാണ് കേട്ടോ റെഡിയാക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പും പച്ചമുളകൊക്കെ കീറിയിട്ടിങ്ങാണ്ട്, പച്ച കുറച്ച് പഴുത്തുക്കണമെന്നുള്ളൂ കേട്ടോ, അതൊക്കെ കീറിയിട്ടിങ്ങാണ്ട് എന്ത് ചെയ്യാണ് ഗ്യാസിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസിൽ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ മോർണിംഗ് റൊട്ടീന് അങ്ങനെ ചെയ്തിട്ട് പിറ്റത്തെ ദിവസം കുക്കിംഗ് എന്തെങ്കിലും ഒരു റെസിപ്പി വീഡിയോ ചെയ്താലോ എന്ന്. പക്ഷേ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ മുതൽക്കും എനിക്ക് റെസിപ്പി വീഡിയോസിന് അങ്ങനെ വ്യൂസ് കിട്ടാറില്ല കേട്ടോ. ഡേ ഇൻ മൈ ലൈഫിനും വ്ളോഗിനാണ് വീഡിയോസിന് കുറച്ചെങ്കിലും വ്യൂസ് ഉണ്ടാവാറ്. റെസിപ്പി വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ 100-200 പോലും ചിലപ്പോൾ ആൾക്കാർ കാണാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഗ്യാസിൽ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ചുമരിലൊക്കെ കുത്തും പുള്ളിയൊക്കെ ആയിട്ട് ഉള്ള പോലെ തോന്നി. ഇത് വിരുന്ന് പോയി വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, കണ്ട പാടെ അതങ്ങ് തുടച്ച് വൃത്തിയാക്കാൻ വിചാരിച്ചു. പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നേക്ക് വെക്കലുണ്ടാവുള്ളൂ കേട്ടോ, തുടക്കലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് എന്ന് എന്നിട്ടൊരു ടൈം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ തോന്നുന്നത്, നമ്മളെപ്പോഴാണോ അതിന് കംഫർട്ടായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റായി വരുന്നത് അപ്പം ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്കത് കണ്ടപ്പോൾ അപ്പം തന്നെ അതങ്ങ് ക്ലീൻ ആക്കണം തോന്നി ചുമര് വാൾട്ടയിൽ. അപ്പോൾ അതപ്പം തുടച്ചു കേട്ടോ. ചട്ടി അപ്പോഴേക്കും ചൂടായി കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു പണി അവിടെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഒന്ന് ടച്ച് ചെയ്ത് പോരേണ്ട ആവശ്യമുള്ളൂ. നമുക്കങ്ങനെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മളുണ്ടല്ലോ ആഴ്ചയിലൊരു ഡീപ്പ് ക്ലീനിങ് അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിലൊരു ഡീപ്പ് ക്ലീനിങ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഒന്ന് തൊട്ട് തലോടി പോകുന്ന കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മളുടെ കണ്ണെല്ലായിടത്തും എത്തണം കേട്ടോ. എന്നാൽ നമ്മുടെ വീട് അത്യാവശ്യം നല്ല ക്ലിയറായി കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പും ഈ ഒരു ഗ്യാസ് ഏരിയയും ഞാനൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. നമ്മളുടെ ആ ഒരു എന്താ പിന്നെ പറയാം, ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഞാൻ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ജനലിലും ഒക്കെ വെച്ച് കൊടുത്തിരുന്നല്ലോ, അതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓരോ സമയത്ത് എനിക്ക് ഓരോ പിരാന്താണ് കേട്ടോ. എനിക്ക്
ഇന്നിപ്പോൾ അവിടെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടല്ലോ, അങ്ങനെ എല്ലായിടും സെറ്റ് ചെയ്യാമെന്ന് തോന്നും. പക്ഷേ എനിക്ക് 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ പൊക്കപ്പാടെ കൗണ്ടർ ടോപ്പിൽ നിരത്തി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം എന്ത് ചെയ്യും, അത് അവിടുന്ന് എടുത്തുങ്ങാണ്ട് മാറ്റും കേട്ടോ. അപ്പോൾ വിരുന്ന് പോയി വന്നതിന് ശേഷം എനിക്ക് ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഈ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചത് കാരണം പുക തട്ടിയിട്ട് അതിൻ്റെ ലീഫൊക്കെ മഞ്ഞ കളറായി പോവുക കേട്ടോ. അപ്പോൾ ഒട്ടും കംഫർട്ടല്ല ചെടികൾക്ക് എന്ന് തോന്നിയത് കാരണം ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് സിങ്കിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് മാറ്റി. ഗ്യാസിൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് പ്ലെയിൻ ആയി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ അതാ നമ്മൾ അപ്പം ചുട്ടപ്പോൾ തന്നെ പഴം വാട്ടാൻ വേണ്ടിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവാക്ക് സ്കൂളിലേക്ക് സ്നാക്സ് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പണി നടക്കുമ്പോൾ തന്നെ ഓരോന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പം ചൂടാനെന്ന് പറഞ്ഞിട്ട് കുറേ ഒന്നും ചുട്ടിട്ടില്ല കേട്ടോ. ഒരു 5 ദോശ അത്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 പേരും ഓരോന്നേ കഴിക്കുള്ളൂ. പിന്നെ ഞാനൊരു 2 കഴിക്കും. പിന്നെ ഒന്ന് ഞാൻ അവിടെ വെക്കും. അഥവാ ആയാനക്കുട്ടി 10 മണി ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ ഓൾക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 5 ദോശ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പഴം വാട്ടിയത് റെഡി ആയപ്പോഴേക്കും നമ്മളുടെ പയറുപ്പേരി ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എപ്പോഴും പറയുന്നത് തന്നെയാണ്, എന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും, നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കമൻറ്റ് ഇടാതെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാകും. അവരൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അത് ആ മൺകലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിരങ്ങ, ചിലവർ ചുരങ്ങ, അങ്ങനെ പല ഭാഷയിലും പറയും. നമ്മൾ ചിരങ്ങ എന്നാണ് പറയാം കേട്ടോ. അതും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇടൂല കേട്ടോ. നമ്മൾ ചിരങ്ങ വെക്കുമ്പോൾ കുമ്പളങ്ങ കറി വെക്കുന്ന പോലെയാണ് നമ്മൾ ചിരങ്ങയും വെക്കാറ്. ചെറിയ ജീരകവും ചെറിയുള്ളിയൊക്കെ തേങ്ങയിലിട്ട് അരച്ച് ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ വെക്കാറ്. പിന്നെ അത് താളിക്കുകയും ചെയ്യും കേട്ടോ. താളിക്കുന്നതിനേക്കാളും ഇങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ കൊതിയാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോഴൊന്നും കറി അങ്ങനെ തേങ്ങ അരച്ചിട്ടൊന്നും വെക്കാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ഉമ്മാക്കും അങ്ങോട്ടും കൊടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അത് വെള്ളമൊഴിച്ച് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ അതിൽ എന്തെങ്കിലോട് പറയാന്നുള്ളത് ഒന്നൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചത്. അപ്പോൾ പയറുപ്പേരി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവിടെ തേങ്ങയ്ക്ക് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓരോ പണികൾ, ഓരോ കറികളാണെങ്കിലും ഉപ്പേരികളാണെങ്കിലും വേവിക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്തു വെക്കുക കേട്ടോ. അപ്പോൾ കറിക്കുള്ളത് വേവിക്കാൻ വെക്കുമ്പോൾ അതിക്കുള്ള തേങ്ങ ചിരവി വെക്കുക, അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ പയറുപ്പേരി വന്നപ്പോഴേക്കും ഞാൻ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ച് കൊടുത്തത് തൂമിച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പയറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ പണി കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ടൈമറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, നമ്മളുടെ മനസ്സ് മതി കേട്ടോ. നമ്മൾ മനസ്സിൽ ഇത് ചെയ്യുമ്പോഴേക്കും അത് റെഡിയാക്കണം, അത് സെറ്റ് ചെയ്യണം എന്ന് നമ്മളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് പക്കയായിട്ട് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അത് ആ തേങ്ങ അരച്ചത് കറിയത്തെ കഷ്ണം വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ കറിയത്തെ കഷ്ണം വെന്തിട്ട് പിന്നെയാണ് നമ്മൾ തേങ്ങ അരക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ ഒന്ന് കത്തിക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കണം. അപ്പോൾ ഒക്കെ നമ്മളുടെ ടൈം പോവുകയാണ്. അപ്പോൾ അതാ കറി അപ്പോഴേക്കും തേങ്ങ അരച്ച് സെറ്റായിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുകും കറിവേപ്പിലയും വെച്ചിങ്ങാണ്ടാണ് വറവിട്ടെടുക്കുന്നത്. ഇനിയിപ്പോൾ എന്താ പറയുക, കറിവേപ്പില ഇട്ടുങ്ങാണ്ട്, ഇത് പച്ചക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ. കുറച്ച് വലിയ ലീഫാണ് അതിന്. നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള കുഞ്ഞു ലീഫാണ് കേട്ടോ. ലീഫാണില്ലേ, ഒന്നും ഓർമ്മിട്ടണില്ല എന്ന് പറഞ്ഞില്ലേ. ഇതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പഠിച്ചാലും പോകാത്തത്. പഠിക്കാൻ അറിയായിട്ടും മന്ദബുദ്ധിയായിട്ടൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ എനിക്കും അറിയും കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നത് കാരണം പഠിച്ചാൽ കയറായി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയില്ലേ. പക്ഷെ എന്നാലും ഒരു
സെറ്റ് ആവൂല എന്നൊരു മൈൻഡിൽ കേട്ടോ. എനിക്കങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ എനിക്കൊരു ദിവസം ലീവ് എടുക്കാനൊക്കെ നമുക്കൊരു അടുപ്പിച്ച് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ലീവ് എടുക്കാനൊക്കെ അങ്ങനെ കൊതിയാവൂലേ, അതുപോലെ ഒന്നും എനിക്ക് പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കട്ടെ. ഞാൻ വീട്ടിലാവുമ്പോൾ നമുക്ക് അങ്ങനെ വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ നല്ലല്ലോ, നമുക്കൊന്ന് ലീവ് എടുക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലൊക്കെ നമുക്കപ്പോൾ ലീവ് എടുക്കുക. ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തേ നീ വീഡിയോ ഇടാർന്ന് എന്ന് ചോദിച്ചെങ്ങാണ്ട് ആരും വരുമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താ വീഡിയോ കാണാത്തതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യണോലുണ്ട് കേട്ടോ. പക്ഷെ അതുപോലെയല്ല ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഇന്നെന്താ ലീവ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്ന മാനേജർമാർ അങ്ങനെ മുതലാളിമാരൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കൊരു ലീവ് കിട്ടണമെങ്കിൽ അവരോട് ഇങ്ങനെ ചോദിക്കണമല്ലോ. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ പുറത്ത് മഴ നല്ല തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പപ്പടം പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്തേ കഴിഞ്ഞു, ഉപ്പേരിയായി, കറിയായി. ഇനി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലിട്ടിക്കണത് ഉച്ച ടൈമിലാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ കുറച്ച് റാഗി ഉണ്ടല്ലോ, നമ്മുടെ കോറാന്നാട്ടോ നമ്മൾ പറയുക. ആ റാഗി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈവനിങ്ങിന് മക്കൾക്ക് ഒരു ഡ്രിങ്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവ ദോശയും ചമ്മന്തിയൊക്കെ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ അങ്ങോട്ടുരുട്ടി ഇങ്ങോട്ടുരുട്ടി അങ്ങനെ തട്ടി മുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റത്തോളൊരു ഡയലോഗ് ഉണ്ട്, ഓൾക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉമ്മച്ചി വയറുവേദന എടുക്കുകയാണ് എന്നുള്ളത്. ഒരാൾ കിടക്കണുണ്ടില്ലേ ടേബിളിൻ്റെ മുകളിൽ കിടന്നെങ്ങാണ്ട്, ഓള് ദോശയെ കഴിച്ചിട്ടില്ല, പഴം വാട്ടിയത് കണ്ടപ്പോൾ ഓൾക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ അവിടുന്ന് എണീച്ചിങ്ങാണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവ പോയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, വേഗം പാത്രങ്ങളൊക്കെ കഴുകി എന്ത് ചെയ്തിട്ടുണ്ട്, കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്നതാണ് കിച്ചൺ ടൂറ്, ഹോം ടൂറ്, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഒന്ന് ആവട്ടെ, എന്നിട്ട് ചെയ്യാമെന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ മഴ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്നപ്പോൾ ഞാനും അയനക്കുട്ടിയും കൂടെ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. ഇവാൻ്റെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഒരു ദോശയും കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് മഴ തോർന്ന ആ ഒരു ടൈമിൽ പിന്നെ ഇവ പോയിട്ടുണ്ടായിരുന്നു, വണ്ടിയൊക്കെ വന്നിട്ട്. പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഈ ഒരു അമ്മി എന്ന് പറയുന്ന സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അമ്മിയിൽ എന്തെങ്കിലും കരക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നു, അവിടെ പഴയ വീട്ടിലുണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ ആ വീടൊക്കെ പൊളിച്ചപ്പോൾ അവർക്ക് അമ്മിത്തറ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ എപ്പോഴും പറയും കൊണ്ടുപോയിക്കോ, അനക്ക് അമ്മിത്തറയൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അമ്മി ഞാൻ കൊണ്ടുവന്ന് അതവിടെ നിന്ന് എടുത്ത് പൊക്കി മേലേക്ക് വെച്ചപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തുകൊടുങ്ങാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ കുറച്ച് നേരത്തെ പണിയുണ്ട്. അമ്മിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ നാലുപുറമുള്ള അമ്മിത്തറയും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പണിക്ക് നിൽക്കുമ്പോഴേ നമ്മളുടെ മക്കൾക്ക് വിശപ്പ് ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ ഇതൊന്ന് കഴിക്കേ എന്ന് പറഞ്ഞു പിന്നാലെ നടക്കണം. അപ്പോൾ ഞാൻ അതിന് നിന്നപ്പോൾ കുട്ടി വെക്കണൂന്ന് പറയാം കേട്ടോ. വിശക്കണൂന്ന് വരില്ല, വെക്കണൂന്ന് പറയുക. അപ്പോൾ അങ്ങനെ വിശക്കണൂന്ന് പറഞ്ഞങ്ങാണ്ട് ഒച്ചയും പുളി ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് ആൾക്ക് ദോശ ചുട്ടുങ്ങാണ്ട് കറിയും നമ്മുടെ ചിരങ്ങക്കറി ഉണ്ടല്ലോ അത് ഒഴിച്ചിങ്ങാണ്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അമ്മയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് അതൊക്കെ നല്ലപോലെ തേച്ച് കഴുകി ഉരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ഈ ഒരു എരിയുണ്ടല്ലോ അതൊന്ന് ഞാൻ എന്ത് ചെയ്തു, ചൂലൊക്കെ വെച്ചിങ്ങാണ്ട് നല്ലപോലെ ആ ചെളിയൊന്നും പായലും പൂപ്പലേവിട എന്ന് പറയുന്ന പോലെ ആ പായലും പൂപ്പലും ചളിയും ഒക്കെ ഒന്ന് പോട്ടെ നിർത്തി നല്ല ചൂലിട്ടുങ്ങാണ്ട് ഒരതി എടുക്കുന്നുണ്ട്. അതിനെ കൂടി മാക്സിമം ബാക്കിൽ വെറുപ്പിച്ചിങ്ങാണ്ട് ഓരോരോ പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂലി വെച്ച് നല്ലപോലെ വരതി ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. മഴ പോകുന്ന പോക്കിൽ ഇനിയിപ്പോൾ മഴ മൊത്തത്തിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ചിലപ്പോൾ അതിമ പിടിച്ച് പോയാലോ വിചാരിച്ചിട്ട് ഓരോ ഭാഗം അങ്ങനെ ഗ്യാപ്പ് ഇട്ടുമ്പോൾ അങ്ങനെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പണി. ആ ചൂലിട്ട് ജസ്റ്റ് ഒന്ന് വരതിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ മുറ്റത്തേക്ക് അങ്ങനെ മഴ പെയ്തിട്ട് തെറിച്ചതായിരുന്നു കേട്ടോ. അപ്പം നടക്കണുണ്ടല്ലേ, ഹെൽപ്പിന് ആളില്ല എന്നൊന്നും വിചാരിക്കണ്ട, ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ
തലേ ദിവസത്തെ മീനും ചോറും പപ്പടവും കൊണ്ടാട്ടമുളകും അച്ചാറും ഒക്കെ കൂട്ടിക്കടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുന്ന വൈകുന്നേരമാണ് കേട്ടോ. നമ്മുടെ റാഗി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾക്ക് ഓരോ ഗ്ലാസ്സൊക്കെ ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈവനിങ് ചായ കൊടുക്കുന്നതിനേക്കായി മാക്സിമം ഏറ്റവും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കഴിച്ചോളണമെന്നില്ല. അത്രയും തിക്കാവുമ്പോൾ അത് കോരി കഴിക്കുമ്പോൾ കുറച്ച് കോരി കഴിക്കുമ്പോൾ അവർക്കത് മടുപ്പ് ഫീൽ ചെയ്യും ഈ റാഗി ഡെയിലി ആവുമ്പോൾ. നേരെ മറിച്ച് നമ്മളിങ്ങനെ ഒരു ലൂസിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഗ്ലാസ്സിൽ ഒരൊറ്റ വലിക്കാതെ അങ്ങ് കുടിച്ച് ഫിനിഷ് ചെയ്തോളും. അപ്പോൾ അതിനൊപ്പം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ പഴം ഉണ്ടാകുന്നു കേട്ടോ, ഒരു 3-4 എണ്ണം, അതും ഗോതമ്പ് പൊടിയും വെച്ചിങ്ങാണ്ട് പാൻ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ആ പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അയാനുക്കുട്ടിയൊക്കെ ഉറങ്ങി എണീച്ചത് കാരണം നല്ല വിശപ്പിലാട്ട് എണീച്ച്. ആളപ്പം ഒരു ദോശ കൊടുത്തില്ല, ആ ഒരു ദോശ കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങിയതാണ്. പിന്നെ ആൾ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റാഗി ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബാറ്റർ. ഇനി അത് കുഞ്ഞു കുഞ്ഞു ദോശകളാക്കി കണ്ട് ചുട്ടെടുക്കുകയാണ്. പാൻ കേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, മുട്ടയും പാലും അങ്ങനത്തെ ഒന്നുമില്ല. ഗോതമ്പ് പൊടിയും അതുപോലെ ചെറുപഴവും പഞ്ചസാരയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇത്രയും ലൂസാക്കാതെ കുറച്ച് തിക്കാക്കി എടുത്തുങ്ങാണ്ട് നിങ്ങൾക്ക് എണ്ണയിൽ സ്നാക്സ് എണ്ണക്കടിയായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിക്കണോ എന്ന് തന്നെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു പാൻ കേക്കും അതുപോലെ തന്നെ റാഗിയുടെ ഡ്രിങ്കും കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.